കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ ശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചേച്ചി നിങ്ങൾക്ക് നല്ലൊരു ക്രീം ബൺ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം. ഇത് കൂടാതെ ഈ ഒരു ക്രീം ബൺ കൂടാതെ ധാരാളം ക്രീം ബണ്ണുകളുടെ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ വേറെയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണണം, എന്നിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ക്രീം ബണ്ണാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചേച്ചി ഒരു മാസം ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ബേക്കിംഗ് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. വളരെ തുച്ഛമായൊരു ഫീസേ ഉള്ളൂ. ആ ഒരു ഫീസിൽ ധാരാളം ബേക്കറി ഐറ്റംസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, ഏതൊരു തുടക്കക്കാർക്കും മനസ്സിലാവുന്ന ലളിതമായ രീതിയിലാണ് ക്ലാസ്സുകൾ തരുന്നത്. പ്രായപരിധി ഒന്നുമില്ല ഇതിന് കേട്ടോ, ഏത് പ്രായക്കാർക്കും ചേരാവുന്നതാണ്. താല്പര്യമുള്ളവർ ഡീറ്റെയിൽ അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുക, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ക്രീം ബണ്ണിൻ്റെ ഡോ കുഴച്ചെടുക്കാം. അതിന് നമ്മളിവിടെ 200 ഗ്രാം മൈദയാണ് ഇടുന്നത്. അപ്പോൾ അത് ഞാനൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മൈദയുടെ കൂടെ നമ്മൾ പഞ്ചസാര ചേർക്കണം. മധുരത്തിന് ഒരു 30 ഗ്രാം പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. കളറും കുറച്ച് ടേസ്റ്റും കിട്ടും. പിന്നെ ഈസ്റ്റ് ചേർക്കണം. ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അത് പൊടിയിൽ നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വാനില പൗഡറാണ് ചേർക്കേണ്ടത്. വാനില പൗഡർ ചേർക്കുമ്പോൾ അതും ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ചേർത്തോ കേട്ടോ. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നോക്കിയിട്ട് മാവിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, നമ്മൾ മധുരം ഇടുന്നതല്ലേ. അപ്പം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് മൈദ, കസ്റ്റേർഡ് പൗഡർ, പഞ്ചസാര, വാനില പൗഡർ, പിന്നെ മിൽക്ക് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മിൽക്ക് പൗഡറും കൂടി ചേർത്തോ. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ ഉപയോഗിച്ചിട്ട് കുഴയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് പാലൊക്കെ ഉപയോഗിച്ചിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലാഭമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളം നമ്മൾ എടുക്കുമ്പോൾ ഒരു 100 ml വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് നോക്കാം കേട്ടോ. 100 ml ഒഴിച്ചാൽ മതി. അപ്പോൾ തന്നെ അത്യാവശ്യം ലൂസാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർക്കാനുള്ളതാണ്. അന്നേരം വെള്ളം കൂടി പോവണ്ട. ആദ്യം കുറച്ച് കുറഞ്ഞാലും പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തും വെള്ളം പിടിപ്പിച്ച് ഇതിൻ്റെ കറക്റ്റ് ലൂസായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴയ്ക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 1/2 മണിക്കൂർ നേരം നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ച് കറക്റ്റ് കുഴയായി എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിങ്ങനെ കുഴച്ച് വരുന്ന സമയത്ത് നമ്മുടെ കൈയും കൗണ്ടർ ടോപ്പും ഒക്കെ നല്ലതായിട്ട് വൃത്തിയാവും. ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആ മൈദയൊക്കെ ഈ ഡോയിലേക്ക് മിക്സായി വരും. അപ്പോൾ നമുക്ക് അറിയാം, ഫിനിഷായി വരുമ്പം അറിയാം ഇത് കുഴയായിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ സ്റ്റാൻഡ് മിക്സറിലൊക്കെയാണ് കുഴയ്ക്കുന്നതെങ്കിലും 1/2 മണിക്കൂർ തന്നെ കുഴച്ചാലാണ് നമുക്ക് ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം മുഴുവനും കുഴയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതേപോലെയാണ് നമ്മുടെ ഡോ നന്നായിട്ട് കുഴയ്ക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഫിനിഷ് ആക്കി ഇടുക. ഇനി നമ്മൾ ഇത് ബണ്ണിൻ്റെ അതേ ഷേപ്പിലാക്കുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാം തൂക്കിയെടുക്കുക. എല്ലാം ഒരേ അളവിൽ തൂക്കിയെടുക്കുക കേട്ടോ. തൂക്കിയെടുത്തിട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ അളവിൽ കിട്ടും. പിന്നെ ഇത് ഒത്തിരിയൊന്നുമില്ല, ഒരു 50 മുതൽ ഒരു 60 ഗ്രാം വരെ തൂക്കം ഉണ്ടായിക്കോട്ടോ ഓരോ ബണ്ണും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് 4 എണ്ണമൊക്കെ ആക്കാനുള്ളൂ. ഇപ്പം ഞാൻ കാണിച്ചു തരാം നമ്മളെങ്ങനെയാണ് ചെയ്യാമെന്ന്. ഇപ്പം ഞാനൊരു 4 ഭാഗം ആക്കിയിട്ടുണ്ട്. ഞാൻ തൂക്കിയിട്ടില്ല. നിങ്ങൾക്ക് തൂക്കി എടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലത്തെ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിത് ഷേപ്പാക്കാം. ബണ്ണ് ഷേപ്പാക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഈ കൈ വെച്ചിട്ട് ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ തിരിച്ചെടുത്താൽ നല്ലതായിട്ട് ഫിനിഷായിട്ട് വരും. കണ്ടോ, അടിഭാഗം നല്ലതായിട്ട് ഫിനിഷായിട്ട് വരണം. എന്നാലാണ്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ ഫിനിഷായിട്ട് വരട്ടെ. എല്ലാം നമ്മൾ ഇതേപോലെ അങ്ങ് ഷേപ്പാക്കി വെക്കുവാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ.
ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഈ ബോളൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരും. ആ സമയത്ത് നമുക്കിത് ഓരോന്നും എടുത്ത് പരത്തിയെടുക്കാം. എണ്ണ കൂട്ടിയിട്ട് ഓയിൽ കൂട്ടിയിട്ട് ചെയ്യുവാണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ മൈദപ്പൊടി ഇടുക. മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പം ആയി കഴിയുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഈ മൈദ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് അതിങ്ങനെ കാണും കേട്ടോ. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമാണെങ്കിൽ മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതും അല്ലെങ്കിൽ നമുക്ക് ഈ ബണ്ണ് ആയി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലൂടെ തടവി കൊടുത്താൽ മതി. അപ്പോൾ ആ മൈദപ്പൊടിയൊക്കെ പോയിക്കോളും കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ ഇട്ട് ആ മാവെടുത്ത് തിരിച്ചിട്ട് കൊടുത്തു. തിരിച്ചിട്ടിട്ട് പതുക്കെ ഒന്ന് പരത്തി, ഒരുപാട് കട്ടി കുറയ്ക്കണ്ട, നല്ലൊരു കട്ടിയിൽ തന്നെ ഇങ്ങനെയൊന്ന് പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തി നല്ല റൗണ്ടിൽ പരത്തി എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ വലിയ റൂൾവടി എടുക്കണ്ട. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ഇത് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ എടുത്താണ്. ചെറിയ ചപ്പാത്തി കോലുണ്ടല്ലോ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത്, അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എടുത്താൽ മതി നിങ്ങൾ കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് മടക്കി കൊടുക്കുക. ഇതേപോലെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് എടുത്ത് വെക്കാം. ഓരോന്നും കാണുന്നുണ്ടോ? ഇതേപോലെ എടുത്ത് വെക്കാം 4 എണ്ണം. അപ്പോൾ കുറച്ച് അകലം വിട്ടിട്ട് വെച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ കുറച്ചും കൂടി വലുപ്പം കൂടി വരും. അന്നേരം ഒന്നിൽ ടച്ചായി പോവും. അതുകൊണ്ട് കുറച്ച് അകലം പാലിച്ചിട്ട് തന്നെ വെക്കണം. ഒത്തിരി കട്ടി കുറയ്ക്കണ്ട കേട്ടോ. ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കുക. കണ്ടോ? ഇങ്ങനെയാണ് ഓരോന്നും മടക്കിയെടുക്കേണ്ടത്. ഇനി അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. പല ടൈപ്പ് ക്രീം ബന്നുകളും ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന ഫില്ലിങ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുക. ഏത് ഫ്ലേവർ വേണമെങ്കിൽ ചേർക്കുക, ഏത് ടേസ്റ്റ് വേണമെങ്കിൽ കൊടുക്കുക, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല മാവാണ്, ഇത് കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അതുകൊണ്ട് തന്നെ ഈ ബണ്ണ് ആയി കഴിയുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ മടക്കിയെടുക്കുക. ഇനി ഓരോന്നും ഞാൻ അകലം വിട്ടിട്ട് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് എടുത്തു വെക്കട്ടെ. ഇപ്പം ഞാൻ എല്ലാം അകലം പാലിച്ച് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇത് നമ്മൾ എടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് ഈ ബേക്കിംഗ് ട്രേയിൽ നന്നായിട്ട് ബട്ടറോ ഓയിലോ തേച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബണ്ണ് ഇതിലേക്ക് പറ്റി പിടിച്ചിരിക്കും. പിന്നെ ആയി കഴിയുമ്പോൾ നമുക്ക് വലിച്ച് പറിച്ചെടുക്കുമ്പോൾ അതിന് ഷേപ്പൊക്കെ പോവും കേട്ടോ. ഇനി നമുക്ക് ഈ ബണ്ണ് ഇപ്പം ഓവനിൽ വെക്കാൻ പറ്റുമോ? ഇപ്പം വെക്കാൻ പറ്റത്തില്ല. കുറച്ച് നല്ലതായിട്ട് പൊന്തി വരട്ടെ. അതിന് ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. നല്ല തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3/4 മണിക്കൂർ നേരം തന്നെ ഇരിക്കേണ്ടി വരും നന്നായിട്ടൊന്ന് പൊന്തി വരാൻ. പിന്നെ ഈസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നല്ല ഈസ്റ്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും പൊന്തി വരത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ പൊന്തി വരത്തോ? ഈസ്റ്റൊക്കെ പണ്ടേ വാങ്ങി വെച്ചിട്ട് തണുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓവൻ ചെയ്യേണ്ടത്? ഓവൻ പ്രീ ഹീറ്റ് ആക്കണം 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ. അത് കഴിഞ്ഞിട്ട് 2 കോയിലും കത്തുന്ന ഭാഗത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് 180 ഡിഗ്രി തന്നെയാണ് ഇതിന് ഹീറ്റ് കൊടുക്കേണ്ടത്. അരമണിക്കൂർ നേരം കൊണ്ട് തന്നെ ബേക്കാവും കേട്ടോ. അപ്പം നമ്മുടെ ക്രീം ബണ്ണൊക്കെ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയൊക്കെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി വെക്കാം. പക്ഷേ ഒത്തിരി ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ വലിഞ്ഞു പോയിട്ട് ബണ്ണിന് കുറച്ച് ഉറപ്പായി പോകും. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഇറക്കുക. എന്നിട്ട് നന്നായിട്ട് തണിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്യണം. ചെയ്യുമ്പം ഇത് ഓരോന്നും എടുത്തിട്ട് ഈ ഭാഗം ഇതേപോലെ കട്ട് ചെയ്യുക. നമ്മളൊന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൽ ക്രീം നിറച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. നേരെ കട്ട് ചെയ്യുക കേട്ടോ, വളഞ്ഞൊന്നും പോവാതെ. രണ്ട് ഭാഗം ഒരേ കട്ടിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കണേ. ഇതാ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ക്രീം ഫില്ല് ചെയ്യാം. അപ്പോൾ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ബട്ടറും പഞ്ചസാര പൗഡറും സമാസമ എടുക്കുക. ഇപ്പോൾ 100 ഗ്രാം ആണെങ്കിൽ 2 100 ഗ്രാം വീതം എടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. പഞ്ചസാര പൗഡറിൽ കട്ടയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി സ്റ്റാൻഡ് മിക്സറിലാണെങ്കിലും ഇട്ടിട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല.
പിന്നെ ഇതിൽ കളേഴ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുക, വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഫ്ലേവർ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതേപോലെയാണ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഈ ക്രീം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഫില്ല് ചെയ്യുക. ഇനി മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് അതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് ക്രീം ഇങ്ങനെ കാണട്ടെ കേട്ടോ, അതാണ് കാണാൻ ഭംഗി. നാല് ബന്നും നമ്മൾ ഇതേപോലെ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വെക്കുമ്പം ഈ ക്രീം എന്താവും, ഇതിൽ നിന്ന് ഒലിച്ചു പോവും. അതിന് നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് കോക്കനട്ട് പൗഡർ ഇതേപോലെ എടുക്കുന്നുണ്ട്. അതിൽ ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതേപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ക്രീം നല്ല സെറ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും കേട്ടോ. ഇപ്പം ഇതാ നമ്മുടെ ക്രീം ബണ്ണൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് നല്ല ടേസ്റ്റുള്ള ക്രീം ബണ്ണാണ്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ചേച്ചിയോട് പറയാൻ മറക്കരുത്. നമ്മൾ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. വീട്ടിൽ എല്ലാവരും ഇതേപോലെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.